ഒരു ഡീറ്റെയിലിംഗ് ഉണ്ടാവില്ല. ചിലപ്പോൾ പേപ്പറിലൊക്കെ എഴുതിയിട്ടുണ്ടാവും, എന്നാലും അതൊരു ഡ്രോയിങ് സിസ്റ്റം ആകുമ്പോൾ ഒന്നുകൂടി ഒരു പെർഫെക്ഷൻ ആയിരിക്കും. ഡ്രോയിങ് ഇല്ലാതെയും വർക്ക് എടുക്കുന്ന കാലത്ത് ഇങ്ങനെ ഡ്രോയിങ് ചെയ്യുമ്പോൾ ഒരു ബെനിഫിറ്റ് ആണ് ഞാൻ പറയുന്നത്. വീടിന്റെ കൺസ്ട്രക്ഷനിൽ MEP ഡ്രോയിങ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കസ്റ്റമർക്ക് എങ്ങനെ ബെനിഫിറ്റ് ആവും, അല്ലെങ്കിൽ അത് കസ്റ്റമർക്ക് എങ്ങനെ മനസ്സിലാക്കുക എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയുള്ള ചെറിയൊരു വീഡിയോ ആണിത്. നമ്മൾ MEP ഡ്രോയിങ് ചെയ്തതും അവിടെ എക്സാക്റ്റ് ആയിട്ട് വർക്ക് നടന്നതുമായിട്ടുള്ള ഡീറ്റെയിലിംഗ് കാണിച്ചു തരാം. ഒരു പ്രൊജക്റ്റ് കസ്റ്റമർ ഇലക്ട്രീഷ്യന് ഒരു കോൺട്രാക്ട് ആയിട്ട് ഒരു എമൗണ്ടിനാണ് കൊടുത്തിട്ടുള്ളത്. അത് പോയിന്റ് റേറ്റോ അല്ലെങ്കിൽ സ്ക്വയർ ഫീറ്റ് റേറ്റോ ലേബറോ ഏതോ ആയിക്കോട്ടെ, അത് കസ്റ്റമർ ചോയ്സ് ആണ്. പക്ഷെ ആ എമൗണ്ടിൽ നിന്നും ഒരു എമൗണ്ട് പോലും എക്സ്ട്രാ കൊടുക്കേണ്ടതായിട്ടില്ല എന്നുള്ളതാണ് ഒരു ബെനിഫിറ്റ്. അതിന്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി അവിടെ ഒരു ഇലക്ട്രിക്കൽ പ്ലംബിംഗ് ഡ്രോയിങ് ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതായത് കസ്റ്റമർ ചോയ്സിനനുസരിച്ചുള്ള ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ആ എക്സാക്ട് ഡിസൈനുള്ള അതേ രീതിക്ക് തന്നെ ഇലക്ട്രീഷ്യൻ അവിടെ വർക്ക് എടുത്താൽ മതി. എക്സ്ട്രാ ആഡ് ഓൺ ചെയ്യാനുമില്ല, അതുപോലെ തന്നെ മൂവ് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. അപ്പോൾ ആ ഒരു വർക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ ഒരു ഡ്രോയിങ് കൊടുത്ത് അത് ആ ഇലക്ട്രീഷ്യൻ പഠിച്ചതിന് ശേഷം ഇലക്ട്രീഷ്യൻ കൊടുത്ത പ്രപ്പോസലിനെ ബേസ് ചെയ്തിട്ടാണ് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു വർക്ക് നടന്നുകൊണ്ടിരിക്കെ ആ പറയപ്പെടുന്ന രീതിയിൽ തന്നെയാണ് വർക്ക് നടന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു MEP ഡ്രോയിങ് തന്നെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതില്ലാത്ത പക്ഷം ഒരു ഡ്രോയിങ് ഇല്ലാതെ ഒരു എമൗണ്ടിന് വർക്ക് കൊടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്തു എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു ഡീറ്റെയിലിംഗ് ഉണ്ടാവില്ല. ചിലപ്പോൾ പേപ്പറിലൊക്കെ എഴുതിയിട്ടുണ്ടാവും, എന്നാലും അതൊരു ഡ്രോയിങ് സിസ്റ്റം ആകുമ്പോൾ ഒന്നുകൂടി ഒരു പെർഫെക്ഷൻ ആയിരിക്കും. ഡ്രോയിങ് ഇല്ലാതെയും വർക്ക് എടുക്കുന്ന കാലത്ത് ഇങ്ങനെ ഡ്രോയിങ് ചെയ്യുമ്പോൾ ഒരു ബെനിഫിറ്റ് ആണ് ഞാൻ പറയുന്നത്. ഈ ഒരു ബെഡ്റൂമിന്റെ സ്റ്റാർട്ടിങ്ങിൽ ഒരു സ്വിച്ച് ബോർഡ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് ലൈറ്റ്, ഫാന്, 2-way കൺട്രോളിങ്ങിനൊക്കെ വേണ്ടിയിട്ടുള്ള സ്വിച്ചസ് അതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ ബെഡ് പൊസിഷൻ വരുന്നത് ഈ ഒരു രീതിയിലാണ്. അപ്പോൾ അതിന്റെ ലെഫ്റ്റ് സൈഡ് ആയിട്ടും റൈറ്റ് സൈഡ് ആയിട്ടും 2 സ്വിച്ച് ബോർഡ്സ് ഇൻക്ലൂഡിങ് പ്ലഗോട് കൂടിയുള്ള സ്വിച്ച് ബോർഡാണ് അതിൽ വരുന്നത്. അതോടൊപ്പം തന്നെ AC വേണ്ടിയുള്ള ഒരു കൺവേർഷന് വേണ്ടിയിട്ട് ഒരു കോൺഡ്യൂട്ട് പൈപ്പ് കൂടെ കാണിച്ചിട്ടുണ്ട്. ദെൻ ആ എൻഡിലായിട്ട് ഒരു ഡാറ്റ കേബിൾ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പോർഷനും ആ എൻഡിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, ഒരു ഇൻഡിവിജ്വൽ 2 മൊഡ്യൂൾ ആയിട്ട്. ഈ ഒരു പോർഷനിൽ ഇത്രയും ഡീറ്റെയിലിംഗ് ആയിട്ട് നമ്മൾ ഡിസൈനിൽ ചെയ്ത അതേ വർക്ക് തന്നെ ഇലക്ട്രീഷ്യൻ ആ സൈറ്റിൽ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് കസ്റ്റമർക്ക് വെരിഫൈ ചെയ്യാമെന്നുണ്ടെങ്കിൽ സ്മൂത്ത് ആയിട്ട് കാര്യങ്ങൾ സിമ്പിളാണ്. ഇനി ഈ ഒരു സൈഡിലെ ചുമലിലോട്ട് പാസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബെഡ്റൂമിന്റെ സൈഡിലുള്ള വാളിന്റെ ഡിസൈൻ പ്രകാരം ഇവിടെ നമുക്കൊരു ടേബിൾ പ്രൊവൈഡ് ചെയ്തിട്ട് അത് ഡ്രസ്സിംഗ് ടേബിൾ ആയിട്ടോ അല്ലെങ്കിൽ വർക്കിംഗ് ടേബിൾ ആയിട്ടോ ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അവിടെ ഒരു പ്ലഗ് സോക്കറ്റ് ഇൻക്ലൂഡിങ് മിറർ ലൈറ്റ് പ്രൊവൈഡ് ചെയ്തിട്ട് ബെഡിലേക്ക് ഫാനിന്റെ ഓപ്ഷന് വേണ്ടിയിട്ട് നമ്മൾ ആ സൈഡിലായിട്ട് ഒരു വാൾ ലൈറ്റ് ഉണ്ട്, അതുപോലെ തന്നെ അതിന്റെ സൈഡിലായിട്ട് ഒരു സ്ട്രിപ്പ് ലൈറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത്തരം ഡീറ്റെയിലിംഗ് ഇലക്ട്രീഷ്യനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഓൾറെഡി ഒരു ഡ്രോയിങ് പ്രൊവൈഡ് ചെയ്തു. അത്തരം ഡീറ്റെയിലിംഗ് ചെയ്തോ എന്നുള്ളത് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഈ ഒരു ഡ്രോയിങ് ഉണ്ടെങ്കിൽ മാത്രം ക്ലയന്റിനോ അല്ലെങ്കിൽ ക്ലയന്റിനോട് ബന്ധപ്പെട്ട ആർക്ക് വേണമെങ്കിലും അത്രയും വർക്ക് നടന്നിട്ടുണ്ടോ എന്നുള്ളത് വെരിഫൈ ചെയ്യാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇങ്ങനെ ഡ്രോയിങ് ചെയ്തിട്ട് വരുന്ന സൈറ്റുകളിൽ പിന്നീട് പുറത്തുനിന്നുള്ള ഒരാൾക്കും അല്ലെങ്കിൽ കസ്റ്റമർക്കും വരുന്ന ഏറ്റവും വലിയൊരു ഡൗട്ടാണ് ഇത്ര തോന പൈപ്പുകൾ ഇതിൽ പ്രൊവൈഡ് ചെയ്യണോ എന്ന്. ഈ കോൺഡ്യൂട്ട് പൈപ്പുകളുടെ സിസ്റ്റം പ്രകാരം അതിൻ്റെ ഉള്ളിൽ 40% മാത്രമേ നമുക്ക് അതിനുള്ളിൽ കേബിള് ഉൾക്കൊള്ളിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ വെച്ചിട്ടുള്ള ഒരു 6 മൊഡ്യൂൾ സ്വിച്ചിലോട്ട് KCB സപ്ലൈ അതുപോലെ തന്നെ ഇൻവെർട്ടറോ മറ്റുള്ള ലീഡുകളോ ഒക്കെ വരുന്നതിനനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡിസൈൻ ചെയ്യാം. ഇതിൽ എത്ര പൈപ്പ് ഇതിലോട്ട് വരണം എന്നുള്ളത് വരെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഡീറ്റെയിൽഡ് ഡ്രോയിങ്ങിലൂടെ നമുക്ക് പ്ലാൻ ചെയ്യാം. നോർമൽ ഡ്രോയിങ് ആണ് എന്നുണ്ടെങ്കിലും ഈ ഒരു സ്വിച്ച് ബോർഡിൽ നിന്ന് എത്ര സർക്യൂട്ട് തന്നെ പോകുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അത്ര പൈപ്പിംഗ് ഇടാൻ ഇലക്ട്രീഷ്യന് ചിലപ്പോൾ കഴിഞ്ഞോളാം എന്നുണ്ട്. ഇലക്ട്രീഷ്യൻ അത് മനസ്സിലാവും, കാരണം റെഗുലറായിട്ട് ചെയ്യുന്നതാണ്. പക്ഷെ അത്ര പൈപ്പ് വേണോ എന്നുള്ളത് കസ്റ്റമർക്ക് മനസ്സിലാക്കാൻ ഈ ഒരൊറ്റ ഡ്രോയിങ്ങിൽ നിന്ന് ആ സ്വിച്ചിൽ നിന്ന് എത്ര ലീഡ് ഔട്ട് പോകുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയാൽ അത്രയും കേബിളുകൾ അതിലുണ്ടെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഒരു 20 mm നമുക്ക് 1 mm മാക്സിമം 8 to 10 വരെ കേബിൾ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. 8 അതിൻ്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള കാര്യം, 8 കേബിളാണ്. അപ്പോൾ ആ 8 കേബിളും കൂടുതൽ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു കോൺഡ്യൂട്ട് കൂടി എക്സ്ട്രാ കാണാം. ഇൻ ഫ്യൂച്ചറിൽ എന്തെങ്കിലുമൊക്കെ ഒരു ആഡ് ഓൺ ചെയ്തിട്ട് ഒരു കേബിൾ കൂടി വലിക്കണം തോന്നിക്കഴിഞ്ഞാൽ സ്പേസ് ഉണ്ടാവണം എന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ കേബിൾ കാൽക്കുലേഷൻ ചെയ്യാനുള്ളത്. നോർമലായിട്ടുള്ള ഡ്രോയിങ് ആണ് വരുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇലക്ട്രീഷ്യൻ പ്ലാൻ ചെയ്തത് വെരിഫൈ ആണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ആ രീതിയിൽ വർക്കൗട്ട് ചെയ്യാം. അതല്ല ഒരു ഡീറ്റെയിൽ ഡ്രോയിങ് ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ, അതായത് എക്സാക്ട് ലൈറ്റിംഗ് കാൽക്കുലേഷന് എല്ലാ A to Z ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള MEPയുടെ ഏറ്റവും ടോപ്പ് വേരിയൻ്റ് ആയിട്ടുള്ള സർവീസ് ഡ്രോയിങ് ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓരോ കോൺഡ്യൂട്ടും സ്വിച്ച് ബോർഡിലോട്ടും എത്ര കോൺഡ്യൂട്ട് പൈപ്പ് വരണം എന്ന് വരെ നമുക്ക് എന്ത് ചെയ്യാം, പ്ലാനിങ്ങിൽ ഉണ്ടാവും. അപ്പോൾ അതേ രീതിയിൽ തന്നെ വർക്കൗട്ട് ചെയ്യാം. അപ്പോൾ ഒരു പെർഫെക്റ്റ് ആയിട്ട് തന്നെ വർക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഈ ഒരു ബെഡ്റൂമിൻ്റെ വർക്ക് കഴിഞ്ഞതിന് ശേഷം ഇതിൽ ഏതിലൂടെ എങ്ങനെയൊക്കെ പോയിട്ടുണ്ട് എന്നുള്ളതിനെ പറ്റിയിട്ട് കസ്റ്റമർക്കും ഒരു ഐഡിയ ഉണ്ടാവും, ഇലക്ട്രീഷ്യനും ഒരു ഐഡിയ ഉണ്ടാവും. ഇൻ ഫ്യൂച്ചർ മെയിൻ്റനൻസ് വരുന്ന സമയത്ത് ഇതൊന്നും ഒരു തടസ്സവും ഒരു ബുദ്ധിമുട്ടില്ലാതെ രണ്ട് കൂട്ടർക്കും ഇതിൻ്റെ വർക്കിൽ അല്ലെങ്കിൽ ഒരു ആഡ് ഓണോ എന്തെങ്കിലും ചെയ്യുമ്പോഴൊക്കെ ഒരുപാട് ഉപകാരങ്ങളായിരിക്കും. ഒരു മെയിൻ്റനൻസ് നടക്കുന്ന സമയത്ത്
ഇതിൽ നിന്ന് പോണ ലീഡുകൾ ഏതൊക്കെയാണെന്നുള്ളതിൻ്റെ മാർക്കിംഗ് ഒക്കെ അതിൽ കൊടുത്തിട്ടുണ്ടാവും. ഓരോ ലൈറ്റിങ്ങിനും ഇൻഡിവിജ്വൽ നെയിം ഉണ്ടാവും, ഓരോ പ്ലഗിനും ഇൻഡിവിജ്വൽ നെയിം ഉണ്ടാവും. ആ നെയിമിലോട്ടൊക്കെ പോയിട്ടുള്ള സർക്യൂട്ട് ഏത് സ്വിച്ച് ബോർഡിൽ നിന്നാണെന്ന് മനസ്സിലാക്കാൻ ഏറ്റവും സിമ്പിൾ ആയിരിക്കും. നിങ്ങളൊക്കെ വീട്ടിൽ ഇലക്ട്രിക്കൽ വർക്ക് നടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് MEP ഡ്രോയിങ്ങിൻ്റെ ബേസിക് പ്ലാനെങ്കിലും വരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു എമൗണ്ട് സ്പെൻഡ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എമൗണ്ട് ആവുന്നുണ്ട്. ചെറിയ എമൗണ്ട് കൊണ്ടൊന്നും കഴിയുന്ന കേസല്ല. പക്ഷെ എന്നിരുന്നാൽ പോലും നിങ്ങളൊരു 2, 3, 4 വർക്കർ ലേബറിൻ്റെ ഒരു എമൗണ്ട് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ എടുത്തിട്ടുള്ള വർക്ക് നിങ്ങൾക്ക് തൃപ്തികരമായിട്ടുള്ള വർക്കാണോ എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ഓപ്ഷനുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ കൊടുക്കുന്ന എമൗണ്ടിലുള്ള വർക്ക് അവർ എടുത്തോ എന്ന് മനസ്സിലാക്കാനും നിങ്ങൾക്ക് ബെറ്ററാണ്. ഇൻ ഫ്യൂച്ചർ ഒരു മെയിൻ്റനൻസ് വരുന്ന സമയത്തും നിങ്ങൾക്ക് ബെറ്ററായിട്ട് അത് ഉപയോഗിക്കാം. MEP എന്ന് പറയുന്നത് സിമ്പിളായിട്ടുള്ളൊരു കാര്യമല്ല, അത്രയും ഹൈലി പ്രൊഫഷണൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉപകാരങ്ങൾ ഒരുപാടാണ്. അപ്പോൾ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. കൺസ്ട്രക്ഷൻ നടക്കുന്ന നിങ്ങൾ എല്ലാ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യാൻ മറക്കണ്ട.